ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ ബൈക്കൊക്കെ എടുത്ത് കറങ്ങാൻ വന്നേക്കാണ് കേട്ടാ. ഞാൻ പിന്നെ ഒരു പുതിയ ബൈക്കൊക്കെ മേടിച്ചു. ഇത് പിന്നെ ഡ്യൂക്കാണ് കേട്ടാ. ഡ്യൂക്ക് 1290. അതാണ് ഈ ബൈക്ക്. സംഭവം നൈസ് ബൈക്കാ, ഒരു രക്ഷയില്ല. ഈ ബൈക്കിന് ഭയങ്കര സ്പീഡാ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു പുതിയ വീട് വന്നൂലോ. ഇവിടെ മുന്നേ വീടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ആ സ്ഥലം ഫുള്ള് കായലിരുന്നു. ഇപ്പൊ ഇവിടെ ഒരു പുതിയ വീട് വന്നു. ഈ വീട്ടിൽ ആരണോ താമസിക്കണേ? വില കാശുള്ള ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. വലിയ വീടാണേ. വെയിറ്റ് എ മിനിറ്റ്, ഞാനവിടെ എന്തോ കണ്ടൂലോ. ആ വീട്ടിൽ 2 കാറുണ്ട് കേട്ടാ. 2 അല്ല, 3 കാറുണ്ട്. അതിലൊരെണ്ണം സൂപ്പർ കാറാ. അത് മിക്കവാറും സൂപ്പർ ആവാൻ ചാൻസ് ഉണ്ട്. ബാക്കിൽ ഒരു വൈറ്റ് കളർ വണ്ടി ഉണ്ട് കേട്ടാ. ആ വണ്ടിയിൽ ടയർ ഇല്ലേ? ഒരു മിനിറ്റ്, ഞാൻ സ്നൈപ്പറിന്റെ സ്കോപ്പ് വെച്ച് കാണിച്ചു തരാം. ഗൈസ്, ഇത് കണ്ടില്ലേ? ഈ വണ്ടിക്ക് ടയർ ഇല്ലേ? ഇതെങ്ങനെയാണോ നിൽക്കണേ? അതും എയറിലാണ് നിൽക്കണേ. ആ വണ്ടിയിൽ മിക്കവാറും വല്ല മാജിക് ഉണ്ടാവും. മുമ്പിൽ പിന്നെ ഒരു ബ്ലാക്ക് കളർ കാറുണ്ട്. അത് ജീവേഗണം തോന്നുന്നുണ്ട്. അല്ല, നിങ്ങളാരാ? നിനക്കെന്താ അവിടെ കാര്യം? ഏയ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ആ കാറിനെ നോക്കിയതാ. ആ സൂപ്പർ ഇല്ലേ, അതിനെ നോക്കിയതാ. അല്ല, നിങ്ങളാരാ? ഞാൻ ഈ വീട്ടിലെ സെക്യൂരിറ്റി ഗാർഡാ. നീ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കണ്ടല്ലോ. നീ എപ്പോൾ വണ്ടി അടിച്ചു മാറ്റാൻ നോക്കണല്ലേ? നിന്നെ ഞാൻ വെറുതെ ഇല്ല. ഞാനിപ്പോൾ പോലീസിനെ വിളിക്കാൻ പോവാ. ഇന്നും മിക്കവാറും നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. വണ്ടി അടിച്ചു മാറ്റേ? ആര്? ഞാൻ വണ്ടി അടിച്ചു മാറ്റാനൊന്നും വന്നതല്ല. ഞാൻ ആ വണ്ടിമ്മ ജസ്റ്റ് നോക്കിയുള്ളോ. അതിപ്പോ തെറ്റാണോ? ഇതിന് പോലീസിനെ വിളിക്കേണ്ട ആവശ്യമുണ്ടാ? എടാ, നീ കള്ളം പറയണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം നീ വണ്ടി അടിച്ചു മാറ്റാനാ വന്നേന്ന്. ഇന്നത്തെ കാലത്തെ ഒരാളെയും വിശ്വസിക്കാൻ പറ്റണില്ല. എടാ, അങ്ങോട്ടേക്ക് ഓടിപ്പോണേ. നിക്കടാ അവിടെ. നിന്നെ ഞാനേ പോലീസിലെ ഏൽപ്പിക്കും. എന്നെ പോലീസിനെ ഏൽപ്പിക്കുമോ? എനിക്കൊന്നും കാണണല്ലോ. അതെ, നിനക്ക് ഞാൻ ആരെന്നറിയില്ല. ഞാൻ ഈ സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാ. ദേ കിടക്കണ അവിടെ. വലിയ ആളാവാൻ നോക്കിയതാ. എനിക്കല്ലെങ്കിലും വണ്ടി അടിച്ചു മാറ്റാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഏട്ടാ. ഞാൻ ആ വണ്ടിമ്മ ജസ്റ്റ് നോക്കിയുള്ളോ. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഒരു പുതിയ കാറൊക്കെ മേടിക്കാം. പക്ഷെ അയാൾ പറയാ ഞാൻ വണ്ടി അടിച്ചു മാറ്റാൻ വന്നതാന്ന്. അയാളിപ്പോൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ആ വണ്ടികളെ അടിച്ചു മാറ്റാം. എന്തു പറയണു? അത് നല്ലൊരു ഐഡിയ അല്ലേ? നിങ്ങളിപ്പോൾ ഞാൻ കണ്ടില്ലേ, അവിടെ സുപ്രയുണ്ട്, ജി വാഗണുണ്ട്, പിന്നെ ടയറില്ലാത്ത ഫോർച്യൂണറുണ്ട്. ആ ഫോർച്യൂണർ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതിപ്പോൾ അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല. പക്ഷേ ബാക്കി 2 കാറ് ഭയങ്കര എക്സ്പെൻസീവാ. നമുക്ക് ആ 2 കാറ് അടിച്ചു മാറ്റാം. ഞാനിപ്പോൾ അത് ആലോചിക്കണേ. നമുക്ക് ഈ ബൈക്കില്ലേ തൽക്കാലം അകത്ത് പാർക്ക് ചെയ്യാം. പുറത്ത് പാർക്ക് ചെയ്താലേ ആരെങ്കിലും അടിച്ചു മാറ്റും. എൻ്റെ വണ്ടികൾ അങ്ങനെ ആരും അടിച്ചു മാറ്റണ്ട. ഇനിയിപ്പോൾ നമുക്ക് കോസ്റ്റ്യൂം മാറാട്ടാ. ഈ കോലത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ തിരിച്ചറിയും. അതിപ്പോൾ ഏതായാലും വേണ്ട. നമുക്ക് ഈ കോസ്റ്റ്യൂം ഒന്ന് മാറ്റാം. Meanwhile, ഓക്കെ, ഇവിടെ ഞാനേ കോസ്റ്റ്യൂമൊക്കെ മാറ്റിക്ക. ഞാനൊരു വിഗും വെച്ചു, കൂളിംഗ് ഗ്ലാസും വെച്ചു, മാസ്കും വെച്ചു, പിന്നെ എൻ്റെ ഡ്രസ്സും കൂടി മാറ്റി. ഇപ്പം എന്നെ കണ്ടാലേ ഒരാളും തിരിച്ചറിയില്ല, അതുറപ്പാ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. ഞാൻ പിന്നെ എൻ്റെ സ്വന്തം വണ്ടികൾ എടുക്കണില്ല ഏട്ടാ. നമുക്ക് വല്ലവരുടെ വണ്ടിയിൽ പോവാം. അവിടെ ഒരു കാർ പൂണ്ടല്ലോ. ഹലോ ചേട്ടാ, ഒന്ന് നിർത്തോ? എനിക്കൊരു ലിഫ്റ്റ് വേണമായിരുന്നു. ഓ, ഇയാളിത് എങ്ങോട്ടേക്ക് പോണേ? ചേട്ടാ നിൽക്ക്. അതെ, എനിക്ക് വണ്ടിയൊന്നും വേണം. ഇനി മുതൽ ഈ വണ്ടിയെ എൻ്റെ സ്വന്താ. ശരിയപ്പോ ഇനിയിപ്പോൾ നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. എന്നിട്ട് ആ വണ്ടികൾ അടിച്ചു മാറ്റാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആ വീട്ടിലേക്ക് പോവാം. ആ വീട് പിന്നെ ഇവിടെ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. ഓക്കെ, നമ്മളങ്ങനെ ആ വീട്ടിലേക്ക് വന്നേക്കാ. ആ സെക്യൂരിറ്റി ഗാർഡ് എവിടെയാ? അയാളെ ഞാനിവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിനെ കാണാനില്ല. എന്തെങ്കിലും ആവട്ടെ, അയാൾ പോണെങ്കിൽ പോട്ടെ. നമുക്ക് ബാക്കിൽ കൂടെ കയറാട്ടാ. ബാക്കിൽ കൂടെ മതിൽ ചാടി കയറാം. ഇവിടെ പിന്നെ ആരെയും കാണാനില്ല. പക്ഷെ എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലാവണില്ല. ഈ ഫോർച്യൂണർ എങ്ങനെ നിൽക്കണേ, അതും ടയറില്ലാണ്ട്?
ഈ കാറ് നമുക്ക് ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഏട്ടാ. എന്നിട്ടായാലും നോക്കി നോക്കാം. ഈ വണ്ടി സ്റ്റാർട്ടാവില്ലേ? ആ സ്റ്റാർട്ടായി. ഏയ് ഇത് നോക്കിയേ, എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്, അതും ടയറില്ലാണ്ട്. ഇതേതായാലും കൊള്ളാം ട്ടാ, നൈസായിണ്ട്. പക്ഷെ എനിക്ക് ഈ കാറ് വേണ്ട, നമുക്കിതേ ഈ സുപ്ര മതി. ഇത് പിന്നെ മോഡിഫൈഡ് ആണെന്ന് തോന്നുന്നു കേട്ടാ. ഇത് മോഡിഫൈഡ് സുപ്രയാ. ഇതിന്റെ അലോയ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തുട്ടായാലും ഈ സുപ്രയുടെ കളറും പിന്നെ അലോയ്സും നൈസായിണ്ട് കേട്ടാ. ഈ ഗേറ്റ് ഒന്ന് തുറക്കാത്ത, വേഗം തുറക്ക്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പണിപ്പാളും. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ സുപ്രയില്ലേ, അത് നമുക്ക് അകത്ത് പാർക്ക് ചെയ്യാണ്ടാ, അതായിരിക്കും സേഫ്. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലേ? ആ സൂപ്ര അങ്ങനെ ഞാൻ പാർക്ക് ചെയ്തു. നമുക്കിനി അടുത്ത കാർ അടിച്ചു മാറ്റാണ്ടാ. അവിടെ വേറെ ഒരു കാറുണ്ട്, അത് ജി വാഗണ തോന്നുന്നുണ്ട്. ആ ജി വാഗണാ, നമുക്കിനി അതും കൂടി അടിച്ചു മാറ്റാം. ഇവിടെ ഇപ്പോൾ റോട്ടിൽ വണ്ടിയൊന്നും കാണാനില്ല. എനിക്ക് ആ വീട് വരെ പോവാനേ ഒരു വണ്ടി വേണം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു സൈക്കിളുണ്ട്. ഇത് ആരുടെ സൈക്കിളാണാവോ? ആ ആരുടെയും കുഴപ്പമില്ല, തൽക്കാലം ഇതങ്ങ് അടിച്ചു മാറ്റാം, എന്നിട്ട് ആ വീട്ടിലേക്ക് പോവാം. A few moments later. ഗൈസ്, അതെ, അങ്ങോട്ടേക്ക് നോക്കിയേ, ആ വീട്ടിൽ പോലീസുകാർ വന്നല്ലോ. ഇഷ്ടം പോലെ പോലീസുകാർ വന്നേക്കാൻ കേട്ടാ. പണിപ്പാളിയാ. അതിനിപ്പോൾ എന്താ, എന്നെ ഇപ്പോൾ ആരും തിരിച്ചറിഞ്ഞില്ലല്ലോ. ഞാൻ ഫേസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, മാസ്ക് വെച്ചിട്ടുണ്ട്. ആ ഇവിടെ ഇപ്പോൾ എത്ര പോലീസുകാർ വന്നാലും ഒരു കാര്യമില്ല, ഞാൻ ആ കാറ് എന്തായാലും അടിച്ചു മാറ്റും, അതുറപ്പാ. അയ്യോ, ഞാൻ അവിടെ തലയിടിച്ച് വീണേ. ആ ഭാഗ്യം ഒന്നും പറ്റിയില്ല. ഇവിടെ പിന്നെ ബാക്കിൽ പോലീസുകാരൊന്നും ഇല്ല ഏട്ടാ, ഫ്രണ്ടിൽ മാത്രമല്ലോ, ഗേറ്റിൻ്റെ അവിടെയാ. ഏയ്, ഇവർ ഈ കാറ് ഇവിടെ പാർക്ക് ചെയ്താ? അയ് ശരി, ഇവരെന്താ വിചാരിച്ചേ, കാറ് ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കില്ല എന്നാ? അങ്ങനെയൊന്നുമില്ല, ഈ കാറൊക്കെ ഞാൻ സുഖമായിട്ട് അടിച്ചു മാറ്റും. നമുക്ക് പിന്നെ ഗേറ്റ് വഴി പോകാൻ പറ്റില്ല, അവിടെ നിറച്ച് പോലീസുകാരാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കേ മതിൽ ചടി പോവാം. ലെറ്റ്സ് ഗോ. നമ്മുടെ സിറ്റിയിലല്ലേ എല്ലാ വണ്ടികൾക്കും ഒരു ഫീച്ചറുണ്ട്, നമുക്ക് വണ്ടികൾ ചാടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഏതായാലും നല്ലൊരു ഫീച്ചറാ. എന്നിട്ടായാലും നമ്മൾ ഈ കാറ് അടിച്ചു മാറ്റിയിട്ടാ, പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ഫ്രണ്ടിലായിരുന്നു നിൽക്കണ്ടായിരുന്നേ, ഞാൻ നൈസായിട്ട് ബാക്കിൽ കൂടെ അടിച്ചു മാറ്റി. എന്നിട്ടായാലും നൈസ് കാറാണ് കേട്ടാ. ഇത് പിന്നെ കണ്ടില്ലേ, ഈ കാറും മോഡിഫൈഡാ. ഇതിൻ്റെ ടയറൊക്കെ മാറ്റിയിട്ടുണ്ട്, ഓഫ് റോഡ് ടയറാ. ഓഫ് റോഡ് പോവാനേ നല്ല സുഖമായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ കാറും നമുക്ക് അകത്ത് പാർക്ക് ചെയ്യാം, ഇവിടെ ബെഡ്റൂമിൽ പാർക്ക് ചെയ്യാം. ഇതും സേഫായ സ്ഥലമാണ്. നമ്മളപ്പോൾ 2 കാർ അടിച്ചു മാറ്റി. ഇനി ഞാൻ ചെയ്യാറുള്ള പോലെ നമുക്ക് ഈ 2 കാറുകൾ വിൽക്കാം. വിറ്റ് കഴിഞ്ഞാലേ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറ്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.